ക്യാപ്റ്റൻസി ടാസ്ക് കോഴിപ്പോര്. ബിന്നി, ശരത്ത്, ശൈത്യ ഇവർ 3 പേരുമാണ് ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുത്ത ആൾക്കാർ. ഗാർഡൻ ഏരിയയിൽ 3 വൃത്തമുണ്ട്. ആ ഓരോ വൃത്തത്തിൻ്റെ ഉള്ളിലും 5 കോഴികളെ വീതം കൊടുത്തിട്ടുണ്ട്. ബസർ ടു ബസറാണ് ടാസ്ക്. ബസർ അടിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ വൃത്തത്തിൻ്റെ ഉള്ളിലുള്ള കോഴി എടുത്ത് അടുത്ത ആളുടെ വൃത്തത്തിൽ വെക്കുക. രണ്ടാമത്തെ ബസർ അടിക്കുന്ന സമയത്ത് ആരുടെ വൃത്തത്തിനുള്ളിലാണോ ഏറ്റവും കുറവ് കോഴികളുള്ളത് അവരാണ് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ആവുക. അങ്ങനെ ബസർ അടിക്കുന്നു. ശരത്തും ശൈത്യയും കൂടെ ബിന്നീനെ ടാർഗറ്റ് ചെയ്യുന്നു. രണ്ടുപേരും ഒരേപോലെ ബിന്നീൻ്റെ കളത്തിൻ്റെ ഉള്ളിലാണ് ഈ കോഴികളെ കൊണ്ട് വെക്കുന്നത്. ബിന്നിയാണെങ്കിൽ ഓടി നടന്ന് ഇവരുടെ രണ്ടുപേരുടെയും കളത്തിൽ വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. രണ്ടാമത്തെ ബസർ അടിച്ച സമയത്ത് ശൈത്യന്റെയും ശരത്തിന്റെയും വൃത്തത്തിന്റെ ഉള്ളിൽ കോഴികൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ രണ്ടുപേരുടെ വൃത്തങ്ങൾ ഒഴിഞ്ഞു കിടന്നതുകൊണ്ട് ഒരു റൗണ്ടും കൂടെ കളിക്കാന്നുള്ളത് ബിഗ് ബോസ് പറയുന്നു. അപ്പൊ രണ്ടാമത്തെ റൗണ്ടിൽ അവിടെ ഉള്ളവരും പറയുന്നു നിങ്ങൾ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യരുത്, 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണം എന്നുള്ളത്. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിൽ ഇവർ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവച്ചിട്ടുണ്ട്. ശൈത്യ ബിന്നീൻ്റെ അടുത്തും ശരത്തിൻ്റെ അടുത്തും കൊണ്ടുവയ്ക്കുന്നുണ്ട്. ശരത്ത് ബിന്നീൻ്റെ അടുത്തും ശൈത്യൻ്റെ അടുത്തും കൊണ്ടുവയ്ക്കുന്നുണ്ട്. എന്നാലും കൂടുതലായിട്ട് ബിന്നീൻ്റെ അടുത്താണ് ഇവർ രണ്ടുപേരും കൊണ്ട് ഈ കോഴികളെ വെച്ചിട്ടുള്ളത്. അങ്ങനെ രണ്ടാമത്തെ ബസർ അടിച്ച സമയത്ത് ശരത്തിൻ്റെ വൃത്തത്തിലാണ് കോഴികളൊന്നും ഇല്ലാതിരുന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ശരത്താണ്.